10ാം ദിവസവും ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടർന്ന് യുഎസ്. അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടായ ഓരോ ആക്രമണങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കെല്ലാം ഇക്കാര്യം നിർദ്ദേശമായി നൽകിക്കഴിഞ്ഞെന്നും ട്രംപ് സമൂഹ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. അതേസമയം കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം നടത്തിയ ഇറാൻ നിലപാടിനെ അപലപിച്ച് ഖത്തറും രംഗത്തെത്തി. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ തയ്യാറാണ്. ഐസൺ, അതിശക്തമായ തിരിച്ചടി ഇനിയും തുടരും എന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിക്കുകയാണോ? ഇപ്പോൾ ഇറാനിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക നീക്കം നടക്കുന്നത്? ഐസൺ, തീർച്ചയായും അമേരിക്കയുടെ 10ാം ദിവസത്തെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം. അതായത് തുടർച്ചയായി നേരത്തെ ആണെങ്കിൽ 1-2 ദിവസത്തെ ഇടവേളകളോ ഒരാഴ്ചയുടെ ഇടവേളയിലൊക്കെ ആയിരുന്നു ആക്രമണം നടന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി 10 ദിവസം ശക്തമായ ഒരു ആക്രമണം തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നതിൻ്റെ ഭാഗമായി കപ്പലുകൾ ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇറാനെതിരെ അതിശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു സാഹചര്യം. ഇതിന് പല സാഹചര്യങ്ങളും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലേറ്റവും നിർണായകമായൊരു ഘടകത്തിലാണ് ട്രംപിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സൈനികരെ ആക്രമിച്ചാൽ അതിനെ പല മടങ്ങായി മറുപടി നൽകുമെന്നാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ജോർദാനിൽ 2 ഇറാഖിൽ ഒരു സൈനികനും കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാൻ അയച്ച മിസൈലുകളെ പ്രതിരോധിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ സൈനികരെല്ലാം തന്നെ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ 3 പേരുടെ മരണം സംഭവിച്ചു, 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ തന്നെ നിരവധി സൈനികർക്ക് പരിക്കേറ്റെങ്കിലും അവരുടെ പരിക്കൊന്നും ഗുരുതരമല്ല എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും 3 പേർ മരിക്കുകയും 4 പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം തന്നെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപ് 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു. അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നിർണായക പ്രശ്നം ഉയർന്നു വരുന്നത് ഇറാൻ ഒറ്റപ്പെടുന്നു എന്നൊരു വിഷയം വരുന്നുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ സൈനിക നടപടികൾക്കെതിരെ കൃത്യമായി മുന്നിൽ വരുന്ന ഒരു സാഹചര്യം കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ബഹ്റൈനെതിരെയും അതുപോലെ തന്നെ കുവൈറ്റിനെതിരെയും നടത്തിയ ആക്രമണത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഖത്തർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഖത്തറാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പലതവണ മധ്യസ്ഥം വഹിച്ചൊരു രാജ്യം. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഈ രാജ്യം തന്നെ ഇറാനെ ശക്തമായി എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി വളരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 6 കപ്പലുകൾ തടഞ്ഞെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ കൃത്യമായി അറിയിക്കുന്നുണ്ട്. അത് ഇറാൻ പോർട്ടുകളിലേക്ക് കടക്കാൻ വന്ന കപ്പലുകളെ തടഞ്ഞുവെന്നാണ്. ഒരു കപ്പൽ തകർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ആക്രമണം ഇന്നലെയും തുടർന്നു. 10 ദിവസമായി ആക്രമണം തുടർന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് തന്നെ അമേരിക്ക നീങ്ങുമെന്നാണ് ഇറാൻ്റെ വിഷയത്തിൽ പ്രസിഡന്റിൻ്റെ നിലപാട്. ഗൗതം. ഓക്കെ, എന്തായാലും ഇറാനെതിരെ അതിശക്തമായ ആക്രമണം ഇനിയും തുടരും എന്ന ശക്തമായ സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നിപ്പോൾ 10ാം ദിവസവും ആക്രമണം തുടരുകയാണ് അമേരിക്കൻ സേനയുടെ ഭാഗത്ത് നിന്നും. ഐസണാണ് വിവരങ്ങൾ നൽകിയത്.